ധനം ഹറാമാണ്. ഹറാമും ഹലാലുമില്ലാതെ ജീവിച്ചാൽ ചോദിക്കട്ടെ, അല്ലാഹുവിന്റെ കോടതിയിൽ ഒരു വിചാരണയില്ലേ? ആ വിചാരണ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? നമുക്കൊരു മരണമില്ലേ? മരണസമയത്ത് നാം എന്ത് ചെയ്യും? ഇന്ന് ഞാൻ കയറി വന്ന കാറ് നിങ്ങളുടെ മലപ്പുറം ജില്ലയിലെ ഒരാൾ എനിക്ക് വാങ്ങിത്തന്നതാണ്. 2 കാറ് വാങ്ങിയിട്ടുണ്ട് അയാൾ. ഒന്ന് കാന്തപുര ഉസ്താദിന് വാങ്ങിക്കൊടുത്തു, ഒന്ന് എനിക്കും വാങ്ങി തന്നു. ഒരേ മനുഷ്യൻ. അല്ലാതെ ഞങ്ങൾ വിദ്യാഭ്യാസ ബോർഡിന്റെ പൈസ എടുത്തിട്ട് കാറ് വാങ്ങിയതൊന്നുമല്ല, അല്ലെങ്കിൽ വേറെ ഏതോ കമ്മിറ്റീന്റെ കാറും പൈസ എടുത്ത് കാറ് വാങ്ങിയതല്ല. അങ്ങനെ ഞങ്ങൾ വാങ്ങുകയില്ല, തേട്ടേന്ന് ചോദിക്കുകയില്ല. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വരുന്നത്, അയാൾ അഡ്രസ്സ് കൃത്യമായിട്ട് പറയാൻ കഴിയും, വേണേ പുരെ കൊണ്ടുപോയിട്ട് കാണിച്ചു തരാൻ കഴിയും. പറയുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പറഞ്ഞാലുണ്ട് കൊടുക്ക്, പറഞ്ഞാലുള്ള കൊടുക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ മനുഷ്യന്മാർ തീർത്തും അയാളെ വർക്കായി. ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറിൽ സന്തോഷം നൽകട്ടെ. ഞാനൊരു കത്ത് വാങ്ങാൻ വേണ്ടി പോയി. MLA മമ്മൂട്ടി സാഹിബിന്റെ അമ്മോശൻ ഈ അടുത്ത് മരിച്ചുപോയ ഒരത്ത് പോക്കറാജിനെയും കൂട്ടിട്ട് പോയി. കത്തെന്തിനാണ്? സിറാജുള്ളതക്ക് ഒരാൾ 7 ലക്ഷം റുപ്യ തരാന്ന് തന്നെ ശിഹാബ് തങ്ങളെ കത്ത് വേണമെന്ന്. കൊല്ലം ഏകദേശം ഒരു 10-12 പോന്നില്ല. അപ്പോ തങ്ങളെടുത്ത് പോയപ്പോ തങ്ങള് ഉടനെ കത്ത് എഴുതി തന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ ഒരുപാട് കമ്മിറ്റിന്റെ പ്രസിഡന്റുമാണ്, സെക്രട്ടറിയാണ്, ഒരാൾക്കും ഞാൻ കത്ത് കൊടുക്കില്ല, നിങ്ങൾക്ക് സിറാജുള്ളതക്ക് ഞാൻ തരാം, പക്ഷെ ആരോടും പറയരുത് എന്ന്. തങ്ങൾ വഫാത്താകുന്നവരെ ഞാൻ പറഞ്ഞില്ല. ഇനി പറഞ്ഞാൽ ആരും എഴുത്തിരങ്ങ് പോകില്ലല്ലോ. അപ്പോ അങ്ങനെ ധാരാളം സംഭവങ്ങൾ ഹദീസിലുണ്ട്. ഇമ്രാൻ ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു, മുസ്ലിമിലെ ഹദീസാണ്. ഇമ്രാൻ ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് രോഗമായി ചികിത്സിച്ചപ്പോൾ സാധാരണ വന്ന് കൈപിടിച്ച് മുസാഫയത്ത് ചെയ്യുന്ന മലക്കുകൾ വരാതെയിപ്പോയി. അപ്പൊ ചികിത്സ നിർത്തി കളഞ്ഞു. പിന്നെയും മലക്കുകളൊന്ന് മുസാഫയത്ത് ചെയ്യാൻ തുടങ്ങി. അപ്പോ അവിടുന്ന് പറഞ്ഞു, ശിഷ്യനോട് പറഞ്ഞു, ഇതാരോടും പറയരുത് എന്ന് പറഞ്ഞു. മലക്കുകൾ ഒന്ന് എന്നെ കൈപിടിച്ച് മുസാഫയത്ത് ചെയ്യാറുണ്ട് എന്നില്ല, ആരോടും പറയണ്ടാറ്. വഫാത്തായതിനു ശേഷം ആ ശിഷ്യൻ പറഞ്ഞു, അവിടെ നമുക്ക് അറിഞ്ഞല്ലേ, നമ്മൾ അറിയൂലല്ലോ. അപ്പോൾ ആദ്യം പറയണ്ട വെച്ചത് എനിക്കെത്ര ബഹുമാനുണ്ട്, മറ്റുള്ളവർ അറിയണ്ട വിചാരിച്ചിട്ടാണ്. മഹാന്മാർ അങ്ങനെ ഇരിക്കട്ടെ. അത് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട്. ഇപ്പൊ പറഞ്ഞത് കാറ് വാങ്ങി തന്നു. അദ്ദേഹം വാങ്ങിത്തരാൻ ഒരു കാരണമുണ്ട്. അദ്ദേഹത്തിന്റെ ജോലി നഷ്ടപ്പെട്ടു പോയപ്പോൾ ദുബായിൽ നിന്ന് എന്നോട് പറഞ്ഞിരുന്നു, ഞാൻ അദ്ദേഹത്തോട് നിങ്ങൾ ബിസിനസ്സിന് പോയിക്കോളി, തന്നെ ഇറങ്ങിപ്പോകുമ്പോൾ തന്നെ എവിടുന്നോ ഒരു അറബീനെ കിട്ടി, അയാൾ നല്ല പൈസ കൊടുത്ത് ബിസിനസ് നടത്താൻ. അയാൾ ബിസിനസ് നടത്തി, അതിന് വലിയ സംഖ്യ അദ്ദേഹത്തിന് കൊടുത്ത്, അയാളെ പൈസ, മറ്റേ പൈസ ഒന്നുമില്ല, പൈസ കിട്ടി, ബിസിനസ് നടത്തി. അള്ളാഹ് ബർക്കത്ത് ചെയ്തു. അള്ളാഹു ഇനിയും അദ്ദേഹത്തിന് ബർക്കത്ത് ഏറ്റി കൊടുക്കട്ടെ. അദ്ദേഹം കാറ് വാങ്ങി തന്നു. ഞാൻ ആ കാറും എടുത്തിട്ട് വേറൊരു സ്ഥലത്ത് പോയി. ആ ജില്ല ഞാൻ പറയുന്നില്ല, ഒരു ജില്ലയിൽ അത് പറയാൻ പോയി. അതും കഴിഞ്ഞ് വരുമ്പോൾ കാറിന് എറിഞ്ഞിട്ട് ഈ 22 ലക്ഷം റുപ്യൻ്റെ കാറാണ്. അതിൻ്റെ പുതിയ കാറ് ഇന്ന് ഒരു ഏകദേശം 1 ലക്ഷത്തോളം കിലോമീറ്റർ ഓടിപ്പോയി. അതിൻ്റെ ഗ്ലാസ് എറിഞ്ഞിട്ട് നേരെ എന്നെ തന്നെയാണ് എറിഞ്ഞത്. എൻ്റെ ഡ്രൈവർ കണ്ണിൻ്റെ നേരെയാണ് കയറി വന്നത്. ഡ്രൈവർ ഉമ്മാക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഇന്നെൻ്റെ കൂടെ വന്നില്ല. സാധാരണ ഡ്രൈവർ 17 കൊല്ലമാണ്. അയാൾ നല്ല മനുഷ്യനാണ്. എൻ്റെ സ്വഭാവം അയാൾ സഹിച്ചല്ലോ 17 കൊല്ലം. അപ്പോൾ സഹോദരന് അദ്ദേഹത്തിന് ഉമ്മാൻ്റെ രോഗം അല്ലാഹു തആല മാറ്റി കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, അദ്ദേഹത്തിൻ്റെ കണ്ണിൻ്റെ നേരെ കയറി വന്ന് എറിഞ്ഞ് പൊടിച്ചാൽ ഗ്ലാസ്. എന്നോട് പലരും പറഞ്ഞു കേസ് കൊടുക്കണം. ഞാൻ ഒരു കേസുമില്ല. അല്ലാഹു തആല ഒരാളെ മനസ്സിൽ തോന്നിച്ചു കൊടുത്ത് ഒരു കാർ വാങ്ങിച്ചു കൊടുക്കണം, വേറൊരുത്തന്നെ മനസ്സിൽ തോന്നിച്ചു കൊടുത്ത് ഒരു ഏറ് കൊടുക്കണം. അല്ലാഹ് എല്ലാവരും നന്നാക്കട്ടെ. അതുകൊണ്ട് ഒന്നും വരാനില്ലല്ലോ. എല്ലാവരും നന്നായില്ലേ വല്ലോരും നമുക്കെന്താ കാര്യം? വേറൊരു കാര്യത്തിനുവേണ്ടി നമ്മളിരുന്ന് നടക്കുന്നില്ല. പിന്നെ നമുക്ക് വേറെ പണിക്ക് പോയിക്കൂടെ? ഞാൻ ഒരു ബിസിനസ് കുടുംബത്തിൽ ജനിച്ച ഒരാളാണ്. എൻ്റെ ബാപ്പ കച്ചവടക്കാരനാണ്, ജ്യേഷ്ഠൻ കച്ചവടക്കാരനാണ്, അനുജൻ കച്ചവടക്കാരനാണ്, അമ്മോശൻ കച്ചവടക്കാരനാണ്, ഒക്കെ കച്ചവടക്കാരാണ്. എനിക്കും പോയിക്കൂടെ അതിനെന്നെ? അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ അതിനു വേണ്ടി അല്ലല്ലോ ഇറങ്ങിയത്. നമ്മൾ ഇറങ്ങിയതിനൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം അല്ലാഹുവിന്റെ പൊരുത്തമാണ്. ആരോടും വൈരാഗ്യം തീർക്കലൊന്നുമല്ല, അതിൻ്റെ ആവശ്യവും ഇല്ല. സുഹൃത്തുക്കളെ, പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ പോകുന്നു. മഹാനായ നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം ചെയ്തതുപോലെ തെറ്റിദ്ധാരണകൾ തിരുത്തേണ്ടതുണ്ട്. അതിനുവേണ്ടി അല്ലാഹു നമുക്ക് തന്ന ആരോഗ്യം, അല്ലാഹു നമുക്ക് തന്ന സമ്പത്ത്, അല്ലാഹു നമുക്ക് തന്ന ആയുസ്, മൂന്നും ചോദ്യം ചെയ്യപ്പെടും. ലാ തസൂലു ഖദമ ഇബ്നി ആദമ ഹത്താ യുസ്അല അൻ ഖംസിൻ. 5 കാര്യങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടാതെ ഒരു മനുഷ്യന്റെ കാലും അല്ലാഹുവിന്റെ കോടതിയിൽ നീക്കി വെക്കുക സാധ്യമല്ല.
ആയുസ് ഏത് വിഷയത്തിൽ നശിപ്പിച്ചു, വഅൻ ശബാബിഹി ഫീമ അബ്ലാ യുവത്വം ഏത് വിഷയത്തിൽ ദ്രവിപ്പിച്ചു, വഅൻ മാലിഹി മിന്നൈന ഇക്തസബഹു വഫീമ അൻഫഖ സമ്പത്ത് എങ്ങനെ ഉണ്ടാക്കി ഏത് വിഷയത്തിൽ ചെലവഴിച്ചു, വഅൻ ഇൽമിഹി മാദാ അമില ഫീമാ അലിമ അറിഞ്ഞ അറിവ് പഠിച്ച അറിവ് അത് നീ എന്ത് ചെയ്തു, അതുകൊണ്ട് എന്ത് പ്രവർത്തിച്ചു. ഈ 5 കാര്യങ്ങളെക്കുറിച്ച് ഓരോ മനുഷ്യനും ചോദ്യം ചെയ്യപ്പെടും. റബ്ബിന്റെ കോടതിയിലെത്തുമ്പോ അള്ളാഹുവിനെ സംബന്ധിച്ച് തെറ്റായ വിശ്വാസം പ്രചരിപ്പിക്കുന്നത് കണ്ടിട്ട് അതാ അത് തെറ്റാണെന്ന് പറയാതെ ജീവിച്ചാൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് നിന്ദിച്ച് സംസാരിക്കുന്നത് കേൾക്കുമ്പോ അങ്ങനെ നിന്ദിക്കപ്പെടേണ്ടവരല്ല വന്ദിക്കപ്പെടേണ്ടവരാണ് എന്ന് തുറന്ന് പറയാതിരുന്നാൽ പടച്ച റബ്ബിന്റെ ദീനിലുള്ള കർമ്മങ്ങൾ ഓരോന്നോരോന്ന് വെട്ടി നശിപ്പിക്കുമ്പോ അത് ശരിയല്ല, അതിന്റെ വസ്തുത ഇന്നതാണെന്ന് പറയാതിരുന്നാൽ നാവ് തന്ന റബ്ബിന്റെ മുമ്പിൽ കുടുങ്ങിപ്പോകും, മനസ്സ് തന്ന റബ്ബിന്റെ മുമ്പിൽ കുടുങ്ങിപ്പോകും, ആരോഗ്യം തന്ന റബ്ബിന്റെ മുമ്പിൽ കുടുങ്ങിപ്പോകും. അതേ സർവ്വ നിഅമത്തും തന്ന റബ്ബ് ആ റബ്ബിന്റെ കോടതിയിൽ കുടുങ്ങിപ്പോകും. ഈ ഒരു കാര്യം കൊണ്ടാണ് സുഹൃത്തുക്കളെ സുന്നത്ത് ജമാഅത്തിന്റെ തെളിവുകൾ പറയുന്നത്, സുന്നത്ത് ജമാഅത്ത് വിവരിക്കുന്നത്, സുന്നത്ത് ജമാഅത്തിന്റെ വിരുദ്ധ ചേരികളിലുള്ളവരുടെ ആശയ പാപ്പരത്തെക്കുറിച്ച് പ്രമാണബദ്ധമായി സംസാരിക്കുന്നത്. ഇത് ചെയ്യൽ അതാ ഏതൊരു പണ്ഡിതന്റെയും മുസ്ലിമിന്റെയും കടപ്പാടാണ്. അത് ചെയ്യുന്നില്ലെങ്കിൽ അവൻ സഹാബത്തിന്റെ വഴിയിലല്ല, അയിമ്മത്തിന്റെ വഴിയിലല്ല. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു മുസ്തസ്ഫയിൽ പറയുകയാണ്. ഒരു കാര്യവും കൂടി ഞാൻ പറയാണ്. അതെന്താ? ഇപ്പൊ ഒരു പുതിയ സൂക്കേടുണ്ട്, പഴയ കാലത്തില്ലാത്തൊരു സൂക്കേട്. അതെന്താണ്? സുന്നത്ത് ജമാഅത്തിന്റെ എതിർ ചേരിയിലുള്ള ആളുകൾ പ്രസംഗിക്കുന്ന സ്ഥലത്ത് പലപ്പോഴും തലയെക്കൊട്ടും കെട്ടി മൗലവിമാർ പോയി നിൽക്കുക. അതുപോലെ തന്നെ സുന്നികളായ ആളുകൾ പോയി നിൽക്കുക, എന്നിട്ട് അവരെ സദസ്സ് വിജയിപ്പിച്ചു കൊടുക്കുക. കടുത്ത ഹറാം, കടുത്ത ഹറാം. ഇത് ഞാൻ പറയുന്നത് ആഖിറത്തിൽ വെച്ച് പിടികൂടണ്ട, ദീന് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആരും പിടികൂടണ്ട. സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളെ സദസ്സിൽ പങ്കെടുക്കുന്നത് ഹറാം. ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു തുഹ്ഫയിൽ, അതുപോലെ സർവ്വ പണ്ഡിതന്മാരും ഇമാം ഗസ്സാലി ഇഹ്യയിൽ എല്ലാ ഇമാമിങ്ങളും പറഞ്ഞൊരു മസ്അലയാണ്. അതുകൊണ്ട് SSFന്റെ പ്രവർത്തകരെ, SYSന്റെ പ്രവർത്തകരെ, നിങ്ങൾക്ക് സർക്കുലർ തരേണ്ടത് ഞങ്ങളാണ്, നിങ്ങൾക്ക് ആശയം പറഞ്ഞു തരേണ്ട ബാധ്യത ഞങ്ങൾക്ക് പ്രത്യേകിച്ചുണ്ട്. അതുകൊണ്ട് പറയുന്നു, അല്ലാഹു സാക്ഷി, സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളായ യുക്തിവാദിയോ നിരീശ്വരവാദിയോ പുത്തൻവാദിയോ അവന്റെ ആശയ പ്രചരണം നടത്തുന്ന സ്ഥലത്ത് പോയി നിൽക്കുന്ന ഓരോ മിനിറ്റും ഹറാമാണ്, അവിടെ പങ്കെടുക്കുന്നത് ഹറാമാണ്. ഇതിലൊരു ഇമാമിനും തർക്കമില്ല. പക്ഷേ കണ്യത്തുസ്താദ്, അല്ലാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കട്ടെ, കണ്യത്തുസ്താദ് പ്രസിഡന്റായ സംഘടന, അവിടുത്തെ ശിഷ്യനായ മഹാനായ താജുൽ ഉലമാ നേതൃത്വം നൽകുന്നു. അല്ലാഹു അവിടുത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. സുഹൃത്തുക്കളെ, എന്റെ അറിവിൽ താജുൽ ഉലമയെ നിസാരപ്പെടുത്തി, കാന്തപുരം ഉസ്താദിനെ നിസാരപ്പെടുത്തി ഒരൊറ്റ വാചകം കണ്യത്തുസ്താദിന്റെ നാവുകൊണ്ട് പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കാരണം കണ്യത്തുസ്താദ് ഒരു വലിയ മഹാനാണ്. അല്ലാഹുവിന്റെ റസൂലല്ലേ പറഞ്ഞത്, ഒരു മുസ്ലിം വേറൊരു മുസ്ലിമിനെ നിന്ദിക്കൂല, ഒരു മുസ്ലിം വേറൊരു മുസ്ലിമിനെ ചീത്ത പറയൂല, ഒരു മുസ്ലിം വേറൊരു മുസ്ലിമിനെ കൈയൊഴിക്കൂല, ഒരു മുസ്ലിം വേറൊരു മുസ്ലിമിനെ ആക്രമിക്കൂല. അഭിമാനം, ധനം, രക്തം ഹറാമാണ്. കണ്യത്തുസ്താദ് അവറുകൾ ഏതെങ്കിലും ഒരു പണ്ഡിതനെ
ഒരു സയ്യിദിനെ നിസ്സാരപ്പെടുത്തി സംസാരിച്ചു എന്ന് പറഞ്ഞാൽ ആ പറയുന്നവൻ കണ്യത്തുസ്താദിന്റെ ശത്രുവല്ലയോ? കണ്യത്തുസ്താദിന്റെ മതിപ്പ് സമുദായത്തിൽ നിന്ന് നശിപ്പിക്കുന്നവനല്ലയോ? കണ്യത്തുസ്താദ് ഹറാമു ചെയ്തു എന്ന് പറയുന്നവനല്ലയോ? തെറ്റ് ചെയ്താൽ ഇസ്ലാമിന്റെ കൽപ്പന ഒരാൾ തെറ്റ് ചെയ്തു എന്ന് തന്നെ വെക്കുക, ആ തെറ്റ് ചെയ്തവരെ വിളിച്ചുപദേശിക്കുക എന്നല്ലാതെ ഒരു തെറ്റ് ചെയ്തവനെ നിന്ദിച്ച് സംസാരിക്കാനോ അപമാനിക്കാനോ ഇസ്ലാം അനുവദിച്ചിട്ടുണ്ടോ? അപ്പൊ ഇസ്ലാം അനുവദിക്കാത്തൊരു കാര്യം ചെയ്യുന്ന ആളാണ് കണ്യത്തുസ്താദ് എന്ന് മുസ്ലിം സമൂഹം തെറ്റിദ്ധരിക്കാൻ പാടുണ്ടോ? കണ്യത്തുസ്താദിന്റെ മകൻ ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട്, ഇപ്പോൾ ഇവിടെ കണ്ടു. ഞാൻ ചോദിച്ചു എവിടെയാണ് പഠിച്ചതെന്ന് ചോദിച്ചു. ബാപ്പാന്റെ അടുത്ത് തന്നെയാണെന്ന് പറഞ്ഞു. പട്ടിക്കാട് പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. അപ്പോ ഫൈസി അല്ല, നേരത്തെ സംസാരിച്ചപ്പാരോ ഫൈസിയാണെന്ന് പറഞ്ഞു പോയോ എന്ന് എനിക്ക് സംശയമുണ്ടെങ്കിൽ ഞാൻ തിരുത്തുകയാണ്. നമുക്കൊന്നുമില്ല, നമുക്ക് ഉള്ളതുപോലെ പറയാനല്ലാതെ അതിലപ്പുറമില്ല. അങ്ങനെയാൽ നമ്മൾ രക്ഷപ്പെടൂല. നമ്മൾ അള്ളാഹുവിന് വേണ്ടിയാണ് സംസാരം. സുഹൃത്തുക്കളെ, ഞാൻ കണ്യത്തുസ്താദ് എപ്പോഴെങ്കിലും ഉള്ള ആളെ നിങ്ങൾ എ പി ഉസ്താദിന്റെ കുറ്റം പറയുന്നതായിട്ട് നിങ്ങൾ കേട്ടിരുന്നു? ഒരിക്കലും കേട്ടില്ല. അള്ളാഹു ഒരു പ്രാവശ്യവും കേട്ടിട്ടില്ല, കേൾക്കൂലല്ലോ. തഖ്വയുള്ളൊരു മഹാനല്ലേ കണ്യത്തുസ്താദ്. കണ്യത്തുസ്താദ് വേറൊരാളെ കുറ്റം പറയൂ? ഒരു മുസ്ലിം പറയൂല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ പറഞ്ഞത്? പിന്നെ ഇങ്ങനെ കണ്യത്തുസ്താദിനെ പറ്റി അങ്ങനെ ഒരു പ്രചരണം നടത്തുക? ആരാണ് കണ്യത്തുസ്താദ്? കണ്യത്തുസ്താദ് എന്ന് പറഞ്ഞാൽ ഏതോ ഒരു സാധാരണ ഒരു നാലാംകട രാഷ്ട്രീയക്കാരനാണ് എന്നാ തെറ്റിദ്ധരിച്ചത്? ആരെയും എന്തും പറയുന്ന സ്വഭാവക്കാരനാണോ? സുബ്ഹാനല്ലാഹ്. ആലിമീങ്ങൾ ആദരിക്കണം, ആലിമീങ്ങളെ ബഹുമാനിക്കണം. അത് ഇസ്ലാമാണ്. അതില്ലാത്തവന് ഈമാൻ നിലനിൽക്കൂല. സുഹൃത്തുക്കളെ, നിങ്ങളറിയോ ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു, നവവി ഇമാമിനെ ആക്ഷേപിച്ച് സംസാരിച്ചു വേറൊരു പണ്ഡിതൻ, അതേ അല്ലാമാ റീമി റഹിമഹുല്ലാഹ്, വലിയ ആളന്നെ, പക്ഷെ അല്പം ഇടിച്ചിതായിട്ട് സംസാരിച്ചു പോയി നവവി ഇമാമിനെ. അദ്ദേഹം വഫാത്തായപ്പോൾ അദ്ദേഹത്തിന്റെ മയ്യത്ത് കടത്തിയ സ്ഥലത്ത് ലക്ഷക്കണക്കിന് അനുയായികളുണ്ട്, വലിയ മഹാനാ. പക്ഷേ ഒരു പൂച്ചയെപ്പോലുള്ള മൃഗം ഓടി ഇങ്ങോട്ട് വന്നു. ആ മയ്യത്തിന്റെ ശരീരത്തിൽ നിന്ന് നാവ് കടിച്ചെടുത്ത് ഓടിപ്പോയി. നവവി ഇമാം തങ്ങൾ ആക്ഷേപിച്ച നാവ് കടിച്ചെടുത്തുപോയി. അല്ലാമാ റീമി തങ്ങൾ വലിയ ആളാട്ടോ. വലിയ ആളായതുകൊണ്ട് ആ ദുന്യാവ് തിന്നാൻ കഴിഞ്ഞത്, അല്ലെങ്കിൽ ആഖിറത്തിലേക്ക് വെക്കൂ. വലിയ ആളാകുമ്പോൾ ദുന്യാവ് തിന്നാൻ കഴിഞ്ഞു. മഹാന്മാർക്ക് അങ്ങനെ, മഹാന്മാർക്ക് അതുകൊണ്ട് ദുന്യാവ് തിന്നാൻ കഴിഞ്ഞു. കാരണം നല്ല വെള്ള വസ്ത്രം ധരിച്ച് ജുമയ്ക്ക് പോകുമ്പോൾ ചളി ധരിച്ചാൽ അപ്പൊ തന്നെ വെള്ളം എടുത്തിട്ട് അന്നേരം തന്നെ കഴിയുന്നത്. ലുങ്കി തുണി കൊടുത്തിട്ട് വയലിൽ പണിക്ക് പോകുമ്പോൾ ചളി ധരിച്ചാൽ അതങ്ങനെ കഴുകൂല. അത് കുളത്തിൽ കൊണ്ടുപോയിട്ട് അടിച്ചലക്കാനുള്ള, നരകത്തിൽ കൊണ്ടുപോയി അടിച്ചലക്കാനുള്ളതാണെങ്കിൽ അത് പെട്ടെന്ന് അലക്കൂല, അപ്പൊ കഴുകൂല. മഹാന്മാർക്ക് അബദ്ധം വന്നാൽ അപ്പ തിരുത്തപ്പെടും. കണ്ടില്ലേ നിങ്ങൾ? ഇബ്നുൽ ഹാജ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം നഖം വല്ലാതെ നീണ്ടിന്, നാം മുറിക്കാൻ നേരം കിട്ടിയില്ല. ബുധനാഴ്ച നാം മുറിക്കാൻ വിചാരിച്ചു. അപ്പൊ ഓർമ്മ വന്നൊരു ഹദീസ്. എന്താ ഹദീസ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ബുധനാഴ്ച നഖം മുറിച്ചാൽ വെള്ളപ്പാണ്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഹദീസിലുണ്ടല്ലോ വെള്ളപ്പാണ്ട് വരാൻ സാധ്യതയുണ്ട്, ഇന്ന് നാം മുറിക്കണ്ടെന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ചു നാളേക്ക് ഞാൻ ഇല്ലെങ്കിലോ, നഖം വല്ലാണ്ട് നീണ്ടിട്ടുണ്ടല്ലോ. ഹദീസിന്റെ സെനതൊന്ന് പരിശോധിക്കാൻ വിചാരിച്ചു. സെനത് പരിശോധിക്കാൻ അറിയുന്ന മഹാനാട്ടോ ഇബ്നുൽ ഹാജ് റളിയല്ലാഹു അൻഹു, വലിയ മഹാനാ. സെനതൊന്ന് പരിശോധിച്ച്, പരമ്പര ഒന്ന് പരിശോധിച്ച്, പരമ്പര പരിശോധിച്ച് നോക്കുമ്പോൾ ഹദീസിന്റെ പരമ്പര വിശ്വാസയോഗ്യമല്ല. അപ്പൊ മൂപ്പര് മനസ്സിലാക്കി, എന്നാ പിന്നെ ഇന്ന് തന്നെ മുറിച്ചാലേ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല, റസൂലുള്ളാഹിന്റെ വാക്കായിരിക്കൂല, ഒരു വ്യാജ ഹദീസ് ആയിരിക്കും എന്ന് മനസ്സിലാക്കി ഇബ്നുൽ ഹാജ് തങ്ങൾ എന്ത് ചെയ്തു? ഇതിന്റെ സനദ് ശരിയില്ലാത്തത് കൊണ്ട് അന്ന് തന്നെ നാം മുറിച്ചു, ബുധനാഴ്ച നാം മുറിച്ചു. കുറച്ച് ദിവസം കൊണ്ട് ശരീരം മുഴുക്കി വെള്ളപ്പാണ്ട് രോഗം വന്നുപോയി, വിഷമിച്ചുപോയി. അതാ അള്ളാഹുവിനോട് താണുകേട് പ്രാർത്ഥിക്കുന്നു, ഖുർആനൊന്ന് ദിക്ർ ചൊല്ലുന്നു, സലാത്ത് വർദ്ധിപ്പിക്കുന്നു. അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ച് ഇസ്തിഗാസ ചെയ്യുന്നത് വലിയ പുണ്യമാണെന്ന് വ്യക്തമായി അവിടുത്തെ മദ്ഹലിൽ രേഖപ്പെടുത്തിയ വലിയ മഹാനാണ്. പക്ഷേ വെള്ളപ്പാണ്ടിന്റെ സങ്കടം പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കുന്നു. ഒരു ദിവസം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കാണുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്ത് ചെല്ലുന്നു. നബി തങ്ങളോട് സങ്കടം പറയുന്നു. നബിയെ, ശരീരത്തിൽ വെള്ളപ്പാണ്ട് വന്നുപോയി.
ചോദിക്കുന്നു, എന്റെ ഹദീസ് കണ്ടില്ലേ? ബുധനാഴ്ച നഖം മുറിച്ചാൽ വെള്ളപ്പാണ്ട് വരാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾ കണ്ടില്ലേ? എന്നിട്ട് എന്തിന് ബുധനാഴ്ച നഖം മുറിച്ചു? അപ്പോൾ പറഞ്ഞു, നബിയേ, തങ്ങളങ്ങനെ പറഞ്ഞിട്ടുണ്ടാകും എന്ന് ഉറപ്പിച്ചുകൊണ്ട് ചെയ്തതല്ല. തങ്ങളുടെ ഹദീസിന്റെ സനദ്, അതിന്റെ പരമ്പര ഞാനൊന്ന് പരിശോധിച്ചപ്പോൾ പരിശോധിച്ച സനദ് വിശ്വാസയോഗ്യമല്ലെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അപ്പോൾ ഞാൻ ചിന്തിച്ചു, തങ്ങളങ്ങനെ പറഞ്ഞിട്ടുണ്ടാവൂല, തങ്ങളെ പേരിൽ ആരോ ഒരാൾ തങ്ങളതാണെന്നും പറഞ്ഞ് ഈ വാക്കുമെടുത്ത് നടക്കുകയായിരിക്കും, തങ്ങളുടേതായിരിക്കില്ല എന്ന് മനസ്സിലാക്കി സനദ് പരിശോധിച്ച ഞാൻ അതേ തങ്ങളുടെ വാക്കല്ല എന്ന ധാരണയിൽ നഖം മുറിച്ചതാണ് നബിയേ. തങ്ങളെ വാക്കാണെന്ന് ഉറപ്പിച്ച് തള്ളിക്കളഞ്ഞതല്ല. അപ്പോൾ അവിടുത്തെ ചോദ്യം, അല്ല ഇബ്നുൽ ഹാജ്, ഞാനങ്ങനെ പറഞ്ഞു എന്നൊരു വാക്ക് നിങ്ങൾ കണ്ട സ്ഥിതിക്ക്, ഞാനങ്ങനെ പറഞ്ഞു എന്നൊരു വാക്ക് കണ്ട സ്ഥിതിക്ക് അതിന്റെ സനദ് വിശ്വാസയോഗ്യമല്ലെങ്കിൽ തന്നെ ഞാനെങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലോ എന്ന ചിന്തയിൽ, ഞാനൊരു സാധാരണക്കാരനല്ലല്ലോ, എന്റെ വാക്കൊരു സാധാരണക്കാരന്റെ വാക്ക് പോലെ തള്ളേണ്ടതുമല്ലല്ലോ, അതുകൊണ്ട് എന്റെ വാക്കിനെ പരിഗണിക്കേണ്ടതില്ലേ? ഞാനെങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലോ എന്ന നിലക്ക് നിങ്ങൾക്കതൊന്ന് പരിഗണിച്ച്, നിങ്ങൾക്ക് ആ വാക്കൊന്ന് പരിഗണിച്ച് സ്വീകരിച്ചുകൂടായിരുന്നോ? എന്തിന് നിങ്ങൾ അതേ സനദ് നോക്കിയിട്ട് തള്ളാൻ പോയി? മഹാനായ ഇബ്നുൽ ഹാജ് തങ്ങൾ, മാപ്പാക്കണം നബിയേ, മാപ്പാക്കണം നബിയേ എന്ന് പറയുമ്പോൾ ഉറക്കിൽ തന്നെ കൈകൊണ്ടങ്ങ് തടകിക്കൊടുത്തു. അവിടുത്തെ കൈകൊണ്ട് തടകിയപ്പോൾ എത്ര രോഗങ്ങൾ മാറിപ്പോയിട്ടുണ്ട്. ഉറക്ക് തെളിഞ്ഞു നോക്കുമ്പോൾ വെള്ളപ്പാണ്ട് കാണാനില്ല. കാരണം വലിയ മഹാനാണ് ഇബ്നുൽ ഹാജ് തങ്ങൾ. വെള്ള വസ്ത്രത്തിൽ ചളി തെറിച്ചാൽ അപ്പോൾ തന്നെ കഴുകിപ്പോകുമെന്ന് ഞാൻ പറഞ്ഞില്ലേ? മഹാന്മാരങ്ങനെയാണ്. അതുപോലെ യഥാ മഹാനായ ഇമാം നവവി തങ്ങളെ ആക്ഷേപിച്ച് സംസാരിച്ച അലാമാരീനി തങ്ങള് ദുനിയാവിൽ വെച്ച് തന്നെ അവിടുത്തെ മയ്യിത്തിന്റെ നാവിൽ കടിച്ചെടുത്തൊരു മൃഗം ഓടിപ്പോകുന്നു, ഒരാൾക്കും തടുക്കാൻ കഴിഞ്ഞില്ല. ഇബ്നു ഹജറുൽ അസ്ഖലാനി തങ്ങളും ഇമാം സുയൂത്തി തങ്ങളും ഈ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇബ്നുൽ ഹാജ് തങ്ങളുടെ ഈ ചരിത്രം ഫത്ഹുൽ ഖദീറിൽ ഇമാം മുനാവി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ എന്റെ ജീവിതത്തിൽ തെളിവില്ലാതെ ഒന്നും ഇന്നേ വരെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ വാഴക്കാട്ട് എന്റെ അപ്പുറത്തിരിക്കുന്ന മൗലവിക്ക് സംഭവിച്ചതുപോലെ അതൊന്ന് കാണിച്ചു തരുമോ എന്ന് ചോദിച്ച് 15 കൊല്ലമായിട്ടും കാണിച്ചു കൊടുക്കാൻ കഴിയാത്തൊരവസ്ഥ എന്റെ ജീവിതത്തിൽ അല്ലാഹ് തന്നിട്ടില്ല. കാണാതെ ഞാനൊന്നും പറയാറില്ല, എന്റെ ജീവിതത്തിൽ പറയാറില്ല. കാണാത്തത് പറഞ്ഞാൽ കണ്ടിട്ടില്ല എന്ന് ഞാൻ തുറന്നു പറയും, കേട്ടത് കേട്ടതാണെന്ന് പറയും. സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. നിങ്ങൾ ഓർക്കണം, നമ്മൾ മുസ്ലിമീങ്ങളാണ്. നമ്മൾ പരസ്പരം തല്ലേണ്ടവരല്ല, പരസ്പരം ആക്ഷേപിക്കേണ്ടവരല്ല. നമ്മൾ ഐക്യത്തോടെ പരസ്പരം സ്നേഹിച്ച് ജീവിക്കേണ്ടവരാണ്. പക്ഷേ ഇസ്ലാം എന്ന് പറയുന്നത് എന്താണ്? അത് അല്ലാഹുവിന്റെ ദീനാണ്, നമ്മളാരും ഉണ്ടാക്കിയതല്ല. പടച്ച റബ്ബിന്റെ ദീനാണ്. അതിലെ വിശ്വാസം വിശ്വാസമായി നിലനിൽക്കണം, കർമ്മം കർമ്മമായി നിലനിൽക്കണം. അതിന് വിട്ടുവീഴ്ച ചെയ്യാൻ നമുക്ക് അധികാരമില്ല, അതിന് വിട്ടുവീഴ്ച ചെയ്യാൻ നമുക്ക് അധികാരമില്ല. അതുകൊണ്ടാണ് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലഅനത്ത് ചെയ്തു. ആരെയും ലഅനത്ത് ചെയ്യാത്ത ആളല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി. പക്ഷേ നിങ്ങൾക്കറിയാം, സ്വന്തം ശരീരത്തെ കൊന്നുകളയാൻ വേണ്ടി വിഷം ചേർത്ത് ഭക്ഷണം കൊടുത്ത പെണ്ണിനെ ഞങ്ങൾ കൊല്ലട്ടെ ചോദിക്കുമ്പോ വേണ്ടാന്ന് പറഞ്ഞ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, മൻ അഹദസ, വല്ലവനും പുത്തനാശയക്കാരനായാൽ, ഔ ആവാ മുഹദിസൻ, അല്ലെങ്കിൽ പുത്തനാശയക്കാരനാകണമെന്നില്ല, ഔ ആവാ മുഹദിസൻ, വല്ലവനും പുത്തനാശയക്കാരന് അവനെ കൂട്ടുപിടിച്ചാൽ, അവൻ അഭയം നൽകിയാൽ, അവൻ ഒത്താശ ചെയ്താൽ,
ഫഅലൈഹി ലഅനത്തുല്ലാഹ്, അവൻ അല്ലാഹുവിന്റെ ലഅനത്തുണ്ട്, വൽ മലായിക, മലക്കുകളുടെ ലഅനത്തുണ്ട്, വന്നാസി അജ്മഈൻ, സർവ്വ മഹാന്മാരായ ജനങ്ങളുടെ ലഅനത്തും ഉണ്ട്. ലാ യഖ്ബലുല്ലാഹു മിൻഹു സർഫൻ വലാ അദില, അവന്റെ ഒരു നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും ഉംറയും ഒന്നും അല്ലാഹ് സ്വീകരിക്കൂല. ഒരു ഫർളും അല്ലാഹ് സ്വീകരിക്കൂല, ഒരു സുന്നത്തും അല്ലാഹ് സ്വീകരിക്കൂല. സഹീഹുൽ ബുഖാരിയിൽ ആവർത്തിച്ചു വന്ന ഹദീസാണ്. അതേ പണ്ഡിതന്മാര് പറഞ്ഞ വ്യാഖ്യാനമാണ്, ഞാൻ വെറുതെ പറഞ്ഞതല്ല. അപ്പൊ നിങ്ങൾ ഓർത്തോളം, ഒരാൾ സുന്നത്ത് ജമാഅത്തിൽ നിന്ന് പുറത്തു പോയാൽ അവൻ അല്ലാഹുവിന്റെ ലഅനത്താണ്, റസൂലുള്ളാഹിന്റെ ലഅനത്താണ്, മലക്കുകളുടെ ലഅനത്താണ്. അവന്റെ നിസ്കാരം കൊണ്ട് കാര്യമില്ല, നോമ്പ് കൊണ്ട് കാര്യമില്ല, അവന്റെ സ്ഥാപനം കൊണ്ട് കാര്യമില്ല, അവന്റെ ഒരു സൽക്കർമ്മം കൊണ്ട് കാര്യമില്ല, അല്ലാഹ് സ്വീകരിക്കൂല. പറഞ്ഞത് പേരോടല്ല, കാന്തപുരം ഉസ്താദല്ല, കണ്യത്ത് ഉസ്താദല്ല, ഈ കെ ഉസ്താദല്ല, ഓക്കെ ഉസ്താദല്ല, പറഞ്ഞത് മുഹമ്മദുർ റസൂലുള്ളാഹി. റിപ്പോർട്ട് വന്നത് സിറാജിലല്ല, റിസാലയിലല്ല, സുന്നി വോയിസിലല്ല, അത് ബുഖാരിയിലെ ഹദീസാണ്. ഓ മുസ്ലിമീങ്ങളെ, ഇത് ഞങ്ങൾ പറയണ്ടയോ? പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ കുറ്റക്കാരല്ലയോ? ഞങ്ങൾ വെറുതെയാണോ ദീന് പഠിച്ചത്? ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, കണ്യത്തുസ്താദിന്റെ പേരിൽ പ്രവർത്തിക്കുന്നവർ വലിയ പന്തല് കെട്ടിയപ്പോ ജമാഅത്ത് ഇസ്ലാമിക്കും മാധ്യമത്തിനും സ്റ്റാൾ അനുവദിച്ചു എന്നറിയുന്നു. സുബ്ഹാനല്ലാഹ്, ജമാഅത്ത് ഇസ്ലാമിന്റെ നേതാക്കന്മാർക്ക് അതേ എന്താ കൊടുത്തത്? ഒരാൾ പറയുന്നു ഞങ്ങൾ ചായ കൊടുത്തു, ഒരാൾ പറയുന്നത് തണ്ണിമത്തം കൊടുത്തു, വേറെയുള്ള പറയുന്നത് ഭക്ഷണം കൊടുത്തു. എന്നാലും എന്തെങ്കിലും ഒന്ന് കൊടുത്ത് സ്വീകരിച്ചല്ലോ. സുബ്ഹാനല്ലാഹ്, അല്ലാഹും റസൂലും അതേ സ്വീകരിക്കാത്ത കക്ഷികളെ സ്വീകരിക്കുന്നത് ശരിയുണ്ടോ? ചോദിക്കട്ടെ. ജമാഅത്ത് ഇസ്ലാമി അത് ദീനിനെതിരല്ലയോ? അവരെ കൂടെ ഐക്യത്തിലായാൽ അള്ളാന്റെ ദീന് നശിക്കുന്നതല്ലയോ? അനുഭവം നിങ്ങളെ തൊട്ടടുത്തല്ലയോ? അല്ലേ, ഇവിടുന്ന് അക്കരെ കടന്ന കൊടിയത്തൂരടുത്തല്ലേ? അല്ലേ, കുറഞ്ഞ ദൂരല്ലേ കൊടിയത്തൂരേക്കുള്ളൂ? കൊടിയത്തൂരല്ലേ മുമ്പ് മുബാഹല നടന്നത്? ഓർമ്മയില്ലേ? ശാപപ്രാർത്ഥന പഠിച്ചവരോട് പ്രാർത്ഥിക്കുകയാണ്. എന്താ കാരണം? വെല്ലുവിളിച്ചതാ. ആരാ വെല്ലുവിളിച്ചത്? ഖാദിയാനിയാണ്. ഖാദീന്റെ തസ്നിയൊന്നല്ല. അള്ളാന്റെ റസൂലിന്റെ ശേഷം പുതിയ നബി വന്ന് പോയി തന്നെ കൂട്ടരാ. അവർ ഇസ്ലാമെന്ന് പുറത്താകുന്നതിൽ ഒരു പണ്ഡിതനും തർക്കമില്ല. ആ ഖാദിയാനി വെല്ലുവിളിച്ച എന്താണ്? നിങ്ങൾ ശാപപ്രാർത്ഥനക്ക് തയ്യാറുണ്ടോ? മുബാഹർക്ക് തയ്യാറുണ്ടോ? എന്താ പ്രാർത്ഥിക്കുന്നത്? നമ്മുടെ കൂട്ടത്തിൽ കളവ് പറയുന്നവർക്ക് അള്ളാന്റെ ലഅനത്തുണ്ടാകട്ടെ, ഫനജഅൽ ലഅനത്തുല്ലാഹി അലൽ കാദിബീൻ. അങ്ങനെ പ്രാർത്ഥിക്കാൻ റെഡിയുണ്ടോ എന്ന് ചോദിച്ചു. വെല്ലുവിളിച്ചതാണ്. 6 മാസം അവധി കൊടുക്ക പഠിച്ചോന്. എന്തിന്? ലഅനത്തിറക്കാൻ. കേട്ടാ തോന്നും അള്ള ഇവരെ ഡയറിയും കൊണ്ട് കിടക്കുകയാണ്. ഇരിക്കട്ടെ. അങ്ങനെ 6 മാസം അള്ളാഹ് അവധിയും കൊടുത്തിട്ട് മുബാഹല നടത്തി. ഇത് മഹ്ശറിൽ നടന്നല്ലോ, ഇതിന്റെ അടുത്ത് നടന്നത്. അപ്പൊ എന്ത് ചെയ്തു? ബഹുമാനപ്പെട്ട ഉള്ളാൾ തങ്ങൾ, കണ്യത്തുസ്താദിന്റെ ശിഷ്യനല്ലേ, തങ്ങൾ പറഞ്ഞു, കാന്തപുരം ഉസ്താദ് അല്ലാഹു തആല അവർക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ, പറഞ്ഞു ആ മുബാഹല മതപരമല്ല, ആ വെല്ലുവിളി സ്വീകരിക്കാൻ പാടില്ല. ജമാഅത്ത് ഇസ്ലാമിന്റെ അഞ്ചുമൻ നിശാഅത്തെ ഇസ്ലാം എന്ത് പറഞ്ഞു? അത് ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു. മുജാഹിദീങ്ങൾ എന്ത് പറഞ്ഞു? നമ്മളതിൽ ഐക്യത്തിലാണ്. പൊതുകാര്യത്തിൽ ഐക്യത്തിലാണോ? പൊതുകാര്യത്തിൽ ഐക്യത്തിലാണോ എന്നുള്ള ഇവിടെ ആർക്കും തർക്കമില്ല കേട്ടോ. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കണ്ട. പൊതുകാര്യത്തിൽ ഐക്യത്തിലാണോ? അല്ലേ? ഒരു പുരക്ക് തീ പിടിച്ച് അതിന്റെ തീക്കെടുത്തുന്നതിൽ നമ്മളൊക്കെ ഐക്യത്തിലാണ്ടേ. ഹേയ്, അവിടെ ഒരു മുസ്ലിമിന്റെ ഞാൻ വരൂല, അല്ലെങ്കിൽ ആ തീക്കെടുത്തുന്നതിന്റെ കൂട്ടത്തിൽ RSSകാരന്റെ ഞാൻ അങ്ങോട്ട് വരൂല, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരന്റെ വരൂല, യുക്തിവാദിന്റെ വരൂല, മുത്തമ്പാദിന്റെ വരൂല എന്ന് നമ്മളാരോ പറയോ? പൊതുകാര്യത്തിൽ ഐക്യത്തിലാണ്. പരിക്കാ തർക്കോ? തീക്കെടുത്താൻ എല്ലാവരും ഐക്യത്തിലാണ്. അല്ലേ? അതുപോലെ ഒരു തീ പിടിച്ചാൽ തീക്കെടുത്തതിൽ ഐക്യത്തിലാകണം. അങ്ങനത്തെ സംഗതി പൊതുകാര്യത്തിലൊക്കെ ഐക്യത്തിലാണ്. അതിൽ പരിക്കാ തർക്കോ? അത് എല്ലാവരുമായിട്ട്, എല്ലാ മനുഷ്യന്മാരുമായിട്ട് ഐക്യത്തിലാണ്. അവിടെ പിന്നെ മതമൊന്നുമില്ല, എല്ലാവരും ഐക്യത്തിലാണ്. പൊതുകാര്യം. ഇന്ത്യ രാജ്യത്തിനെ എതിർക്കാൻ വേണ്ടി പാകിസ്ഥാൻ വന്നാൽ നമ്മളെല്ലാവരും ഐക്യത്തോടെ ഇന്ത്യ രാജ്യം നിലനിർത്തണം. അല്ലേ? അപ്പൊ അവിടെ ഒക്കെ അതല്ലേ മഹാനായ കാന്തപുരം ഉസ്താദ് റിപ്പബ്ലിക് ദിനം ബഹിഷ്കരിക്കണം എന്നൊരു കൂട്ടർ പറഞ്ഞപ്പോൾ അതിന് നമ്മളെ കിട്ടൂല എന്ന് പറഞ്ഞത്. നമ്മളെ റിപ്പബ്ലിക് അല്ലേ, ഇന്ത്യ രാജ്യത്തിന്റെ റിപ്പബ്ലിക് അല്ലേ, അത് നമുക്ക് ബഹിഷ്കരിക്കാൻ പറ്റുമോ? പൊതുകാര്യത്തിൽ യോജിക്കണം, അതിലായിരിക്കും തർക്കമില്ല. മതകാര്യത്തിലാ പ്രശ്നം. മതകാര്യത്തിൽ മതവുമായി, മതത്തെ നശിപ്പിക്കുന്നവരുമായി യോജിച്ചുകൂടാന്നുള്ളതാണ് മതകാര്യത്തിൽ.
അതാണ് ഇമാം ഗസാലി അള്ളാഹു പറഞ്ഞത്. ബന്ധം വിച്ഛേദിക്കണമെന്നെങ്കിൽ ഒരു സഹാബിക്കും ഒരു ഇമാമിനും തർക്കില്ല മതകാര്യത്തിൽ. സുബ്ഹാനല്ലാഹ്. ഇരിക്കട്ടെ, ഇപ്പൊ അതിലേക്കൊന്നും കടന്ന് സംസാരിക്കുന്നില്ല. അപ്പൊ നമ്മൾ പൊതുകാര്യാണ് എന്ന് പറഞ്ഞ് മതകാര്യത്തിൽ പോയി മുജാഹിദ് ഇടപെട്ട് ജമാഅത്ത് ഇസ്ലാമിന്റെ മുജാഹിദും കൂടി ജമാഅത്ത് ഇസ്ലാമിയും കൂടിയപ്പോ നമ്മളെ ആലിമീങ്ങൾ എന്ത് പറഞ്ഞു? അത് മതപരമല്ല എന്നുള്ള സത്യം പറഞ്ഞു. അപ്പോ നമ്മളല്ലാത്ത എല്ലാ കക്ഷികളും അതിൽ പങ്കുചേർന്നു. സദഖത്തുള്ള മുസ്ലിയാർ അവറുകൾ നേതൃത്വം കൊണ്ട് സംഘടനയുടെ ആളുകളിൽ പങ്കുചേർന്നതായി എന്റെ അറിവിൽ ഇല്ല. ഇല്ലാത്തത് നമ്മൾ പറയാൻ പാടില്ലല്ലോ, എന്റെ അറിവിലില്ല. എന്തോ ആകട്ടെ, ബാക്കിയുള്ള എല്ലാ കക്ഷികളും ഇത് പൊതുകാരിയാണ്, നമ്മൾ സഹകരിക്കണം, കാദ്യാനിക്കെതിരെ എന്ന് പറഞ്ഞ് പങ്കെടുത്തു. ശാപപ്രാർത്ഥന നടത്തി മുഴുവൻ പത്രത്തിലും വന്നപ്പോ ഒരു പത്രം, ഞാൻ ഇന്നും സൂക്ഷിച്ചിട്ടുണ്ട് പത്രമൊക്കെ, പത്രത്തിൽ എഴുതി ഈ കാന്തപുരത്തിന്റെ ആളുകളല്ലാത്ത മുഴുവൻ ആളുകളും ഈ ഐക്യത്തിൽ യോജിച്ചുകൊണ്ട് പങ്കെടുത്തു എന്ന് പറഞ്ഞു. 6 മാസം അള്ളാഹ് അവധി കൊടുത്തു. വരുന്ന വെല്ലുവിളിയൊക്കെ സ്വീകരിക്കണമെന്നാ ചിലർ വിചാരിച്ച്. എല്ലാ വെല്ലുവിളിയൊന്നും സ്വീകരിക്കാൻ പറ്റൂല കേട്ടോ, വെല്ലുവിളിക്കാനും പറ്റൂല കേട്ടോ. അതിനൊക്കെ മതപരമായ നിയമമുണ്ട്. അത് അറിഞ്ഞുകൂടാത്തവർ ദീൻ കൈകാര്യം ചെയ്താൽ വലിയ അപകട. ഇപ്പൊ സമയമില്ലാത്തതുകൊണ്ട് ഞാനിലൊക്കൊന്നും കടക്കുന്നില്ല. വാഴക്കാട്ടുന്ന ഒരാൾ ഹജ്ജിന് പോയിട്ട് വരുമ്പോൾ സംസം വെള്ളം കൊണ്ടുവന്നു. സംസം വെള്ളത്തിന് വലിയ ബർക്കത്താ. അതിനെപ്പറ്റി പറയണോ? പറഞ്ഞാണ്ട് തീരുന്നു. മാവു സംസം അലിമാശുരിബനു, സംസം വെള്ളം ഏതുദ്ദേശം വെച്ച് കുടിച്ചോ അത് ശരിയാവും മുഹമ്മദ് റസൂലുള്ളാഹി. എന്തുദ്ദേശിച്ച് കുടിച്ചോ ശരിയാവും. പിന്നെ അതിന് പിന്നെന്ത് പറയാനാ? എന്റെ അനുഭവത്തിലുണ്ട്. എൻ്റെ ഒരു ശിഷ്യൻ അജാവരത്തുകാരനാ, സനതൊക്കെ ഉണ്ട്, സക്കാഫിയ, ഹസൻ സക്കാഫി. അദ്ദേഹത്തിന്റെ ഉമ്മാക്ക് ക്യാൻസർ രോഗമായി. ഞാൻ സംസം വെള്ളം കൊടുത്തു, ഊതിയിട്ടാ കൊടുത്തു. അതുകൊണ്ടുപോയി കുടിച്ച് ആ പെണ്ണിന്റെ ക്യാൻസർ രോഗം മാറിപ്പോയി. ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ക്യാൻസർ രോഗം മാറിപ്പോയി. അത് സംസം വെള്ളത്തിന്റെ പവറാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാ. അതെ, അത് ഞാനൊരു സ്ഥലത്ത് പ്രസംഗിച്ചപ്പോൾ ഒരാൾ ചോദിച്ചു സംസം വെള്ളം മന്ത്രിക്കാൻ പാടുണ്ടോ? അപ്പൊ ഞാൻ ചോദിച്ചു ഇളഞ്ഞും വെള്ളം പഞ്ചസാര ഇട്ട് കലക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ പണ്ടിന്റെ മധുരില്ലതിന്. അപ്പോ സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ സംസം വെള്ളം അത് ഉദ്ദേശിച്ച കാര്യം ശരിയാവുന്ന ഹദീസിലുണ്ട്. ആ സംസം വെള്ളം അതിന്റെ ബർക്കത്ത് പറയണോ? യുക്തിവാദികൾക്കോ നിരീശ്വരവാദികൾക്കോ ആർക്കെങ്കിലും സംശയം ഉണ്ടോ? എന്നാ അവരിതൊന്നും വിശ്വസിക്കണ്ട. അനുഭവമാണിത്, ഒന്നും വിശ്വസിക്കണ്ട. സംസം വെള്ളത്തിന്റെ ബർക്കത്ത് എന്ത് പറയാനാ? ഒരു കൊല്ലം എത്ര കോടി ആളുകളാ അത് കുടിക്കുന്നത്? നമ്മളെ വയലിന്റെ വക്കിനുള്ള കിണറ്റിലെ വെള്ളം ഒരു കല്യാണം കഴിയുമ്പോഴേക്ക് കിണറ്റിലെ വെള്ളം പറ്റിപ്പോയില്ലേ? എത്ര കോടി ജനങ്ങളാ ഒരു കൊല്ലം സംസം വെള്ളം കുടിക്കുന്നത്? വെറും കുടിക്കൽ മാത്രം. കല്യാണത്തിന് വന്ന വീട്ടിലേക്ക് വെള്ളം കൊണ്ടുപോക്കുണ്ടോ? എല്ലാവരും കൊണ്ടുപോകുന്നത് എത്ര ലിറ്ററാ നാട്ടിലേക്ക്? വെറും റമദാനിൽ മാത്രം എത്ര കോടി ജനങ്ങളാ കുടിക്കുന്നത്? എത്ര ആളാ കൊണ്ടുപോകുന്നത്? എന്നിട്ട് സംസം വെള്ളത്തിന് വല്ല കുറവുണ്ടോ? എന്നാ ഇത് എന്താണിത്? കക്കയണ്ടാമ അല്ലെങ്കിൽ മുല്ലപ്പെരിയാർ അണക്കട്ട അല്ല. ഒരു പാവപ്പെട്ട ഉമ്മ ഹാജർ ബീബി റളിയല്ലാഹു അൻഹാ, ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആകുന്ന കുട്ടി, അന്ന് നബിയൊന്നും ആയിട്ടില്ല, ചെറിയ കുട്ടിയാണ്. പക്ഷെ ആ കുട്ടി സാധാരണ കുട്ടിയല്ലോ. ആ കുട്ടിയുടെ ശരീരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ചെറിയ അംശമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരീരത്തിന്റെ ഒരു ചെറിയ അംശമുണ്ട്. ആ കുട്ടിയാണ്. ആ കുട്ടി കാലടിച്ചപ്പോൾ മരുഭൂമിയിൽ 4 ഭാഗം പാറക്കെട്ടുള്ള സ്ഥലത്ത്, കൊല്ലത്തിൽ ഒരു പ്രാവശ്യം പോലും മഴ കിട്ടാൻ സാധ്യതയില്ലാത്ത സ്ഥലത്ത് പൊട്ടിവെച്ച വെള്ളമാണ് സംസം. ഒരു സ്ത്രീ കൈകൊണ്ട് ഇങ്ങനെ തടാകം കെട്ടി, മുല്ലപ്പെരിയാർ അണക്കെട്ടൊന്നുമല്ല. ആ തടാകത്തിലെ വെള്ളം കോടികൾ ഉപയോഗിച്ചാൽ തീരുന്നില്ല, കുറയുന്നില്ല. ഇത് നിഷേധിക്കാൻ വല്ല യുക്തിവാദിക്കും കഴിയുമോ? നിരീശ്വരവാദിക്കോ? ഫീ ആയാത്തും ബയ്യിനാത്തുൻ, വ്യക്തമായ തെളിവാണ് അവിടെ എന്ന് ഖുർആൻ പറഞ്ഞത്. ആർക്കായി നിഷേധിക്കാൻ കഴിയാ ഈ സംസമിന്റെ മഹത്വം? പിന്നൊന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് അവിടെ മക്കാം ഇബ്രാഹിം ഉണ്ട്. മക്കാം ഇബ്രാഹിം തന്നെ എന്നാ സംഗതി വരുന്നത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ തിരുശേഷിപ്പാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബ പണിയുമ്പോൾ കയറി നിന്ന കല്ല്. ഞാനിന്നാൾ മാധ്യമ പത്രത്തിൽ ലേഖനം വായിച്ചു, ബഹ്റൈനാ വായിച്ചത്. അപ്പൊ അതിൽ പറയുന്നത് തിരുശേഷിപ്പ് പള്ളി സൂക്ഷിക്കൽ ഇസ്ലാമിലുണ്ടോ? ഇവർക്ക് ഇസ്ലാം തീരെ മനസ്സിലായില്ലല്ലോ. കാരണം ലോക മുസ്ലിമീങ്ങൾ ഏറ്റവും ബഹുമാനിക്കുന്ന പള്ളി മസ്ജിദുൽ ഹറാമല്ലേ? ആ മസ്ജിദുൽ ഹറാമിലേക്ക് തിരിഞ്ഞു നിൽക്കരിക്കാനല്ലേ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്? അല്ലേ? ശത്റൽ മസ്ജിദുൽ ഹറാം എന്നല്ലേ പറഞ്ഞു? ആ മസ്ജിദുൽ ഹറാമിൽ കണ്ണാടിയിലാക്കി വെച്ചത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാല് തൊട്ട കല്ലല്ലേ? അതിന്റെ പേരല്ലേ ഇബ്രാഹിം മഖാം? അപ്പൊ തിരുശേഷിപ്പ് സൂക്ഷിക്കാത്തൊരു മസ്ജിദുൽ ഹറാം ഉണ്ടോ? ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, ആ സംസം വെള്ളം ഒരാൾ കൊണ്ടുവന്നു. സംസം വെള്ളം കൊണ്ടുവന്നു. ഞാൻ മർക്കസിൽ പഠിക്കുന്ന കാലത്ത് ഒരു വാദപ്രതിവാദം ഉണ്ടായിരുന്നു പുതിയ കാവിൽ കുത്തുബ മലയാളത്തിലാകണം എന്ന് പുത്തൻവാദികളും അറബിയിലാണെന്ന് സുന്നികളും
അവസാനം വാദപ്രയോഗത്തിന് പോകുമ്പോൾ കിതാബ് നോക്കി മാർക്ക് ചെയ്യാൻ നമ്മളെ ഉസ്താദ് ഏൽപ്പിച്ച് നമ്മൾ കിതാബെല്ലാം നോക്കി ഇങ്ങനെ മാർക്ക് ചെയ്യുന്ന സമയമാണ് ഉസ്താദ് ദർസിൽ വന്നപ്പോൾ അന്ന് ഒരാൾ സംസം വെള്ളം കൊണ്ടുവന്നു. അപ്പോൾ ഉസ്താദ് ആ സംസം വെള്ളം വാങ്ങിയിട്ട് പുതിയ കാവിലെ വാദപ്രയോഗത്തിൽ നമുക്ക് ഇസ്സത്തുണ്ടാകാൻ വേണ്ടി കുടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ദിക്റിയല്ലി കുടിച്ചു. അപ്പോൾ നമ്മളെ പഠിച്ചു അങ്ങനെയാണ് കുടിക്കേണ്ടത്. അപ്പോൾ സംസം വെള്ളത്തിൻ്റെ വലിയ മഹത്വമാണത്. എന്തുദ്ദേശിച്ച് കുടിച്ചോ? പിന്നെ വാദപ്രയോഗത്തിൻ്റെ ഞാൻ പറഞ്ഞില്ല, മുമ്പ് പറഞ്ഞിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നത്. വാദപ്രയോഗത്തിൽ ഉസ്താദ് ചോദിച്ചു, 1200 കൊല്ലത്തിനിടയിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലം മുതൽ ഏതെങ്കിലും ഒരു പള്ളിയിൽ അറബിയല്ലാത്ത ഭാഷയിൽ ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഒരു ഖുത്ബോദിയതായി തെളിയിക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അപ്പുറത്തെ മൗലവി പറഞ്ഞു, 1200 കൊല്ലം കൊള്ളിക്കിഴങ്ങ്, മരച്ചീനി, മരക്കിഴങ്ങ് ആരും തിന്നിട്ടില്ല എന്ന് വിചാരിച്ച് ഇനി തിന്നൂടാന്നുണ്ടോ എന്ന് തിരിച്ചു ചോദിച്ചു. അപ്പോൾ അവിടുത്തെ കമ്മിറ്റിക്കാർ പറഞ്ഞു, നമ്മളെ ഖുത്ബ ഏതായാലും മരച്ചീനി പോലെ അല്ലാന്ന്. അതെന്താണെന്ന് ചോദിച്ചു. അതിനൊരു പല കാരണവും പറയുന്നുണ്ട്. ഒരു കാരണം, മരക്കിഴങ്ങ് രാത്രിയും പകലും തിന്നാൻ പറ്റും, ഇത് വെള്ളിയാഴ്ച ഉച്ചക്ക് മാത്രമേ പറ്റൂ. വേറെ ഒന്ന്, മരക്കിഴങ്ങ് എന്ന് പറയുന്ന സാധനം അത് ഗ്യാസ് ട്രബിളുള്ള പലർക്കും പറ്റൂല, ഇത് നമുക്ക് പറ്റാണ്ട് ഒരു നിവൃത്തിയില്ല. വേറെ ഒന്ന്, മരക്കിഴങ്ങ് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും തിന്നാൻ ഖുത്ബ ആണുങ്ങൾക്ക് മാത്രമേ പറ്റുള്ളൂ. വേറൊന്ന്, മരക്കിഴങ്ങ് തിന്നുമ്പോൾ 40 ആൾ വേണമെന്നില്ല, ഒറ്റക്കും തിന്നാ ഇതിന് 40 ആൾ വേണം. മരക്കിഴങ്ങ് തിന്നുന്ന ആളെ ഔറത്ത് മറക്കണമെന്നില്ല, ഇതിന് ഔറത്ത് മറക്കണം. ഇതിന് ജനാബത്ത് കുളിക്കണം, ഇതിന് ഒളു ഉണ്ടായിരിക്കണം, അതിന് പ്രത്യേക സമയമുണ്ട്, ദിവസമുണ്ട്, ഒരുപാട് നിബന്ധന ഉണ്ട്. ഏതായാലും നമ്മളെ ഖുത്ബ മരക്കിഴങ്ങ് പോലെയല്ല, അറബി തന്നെ ആക്കാം. അതിനെ അറബി തന്നെ ഇപ്പോഴും അവിടെ ഓതി വരുന്നത്. അപ്പോൾ ഉസ്താദ് സംസം വെള്ളം കുടിച്ച് ഹാസിലായല്ലോ. അപ്പൊ അത് സ്വാഭാവികമാണ്. ഇപ്പൊ ഈ സംസം വെള്ളത്തിന് വലിയ ബർക്കത്തുണ്ട്. ഏതായിരുന്നാലും ഒരാൾ സംസം വെള്ളം കൊണ്ടുവന്നു, സംസം വെള്ളം കൊണ്ടുവന്ന് എല്ലാവർക്കും കൊടുക്കുകയാണ്. അപ്പൊ കൊടുക്കുമ്പോ ഒരാൾ ചോദിച്ച്, ഇത് സംസം ഒറിജിനൽ സംസം തന്നെയാണെന്ന് എന്താ തെളിവ് എന്ന് ചോദിച്ചു. അപ്പൊ ഇയാൾ പറഞ്ഞു, എല്ലാവരും കൊണ്ടുവരുന്ന സ്ഥലത്ത് ഞാനും കൊണ്ടുവന്നാണ് സംസം. എവിടുന്ന്? മക്കത്തുനിന്ന്. അതുപോട്ടെ, നിങ്ങൾ കൊണ്ടുവന്നൊന്നും ഇവിടെ പറയണ്ട, ഇത് സംസമാണെന്നുള്ള എന്താ തെളിവ്? അപ്പൊ ഇയാൾ പറഞ്ഞു, എടോ തെളിവ് ഞാൻ മക്കത്തുനിന്ന് കൊണ്ടുവന്ന്, ഞാൻ ഹജ്ജും കഴിഞ്ഞ് വന്നിട്ട് ഇവിടെ ഇറങ്ങുമ്പോൾ തന്നെ കള്ളത്തരം പറയണ. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഈ വെള്ളം കുടിപ്പിച്ചിട്ട് എനിക്കെന്താ കാര്യം? ഞാനിത് 25,000 രൂപയ്ക്ക് വിൽക്കുന്നൊന്നുമില്ലല്ലോ, ഞാനിത് വെറുതെ തരികയല്ലേ. അപ്പോ ഞാനിത് വെറുതെ ഇങ്ങനെ സംസം വെള്ളം നിങ്ങൾക്ക് അങ്ങനെ കെട്ടിക്കൊണ്ടുവന്ന് തന്നിട്ട് എനിക്കെന്ത് കാര്യമുള്ളത് നിങ്ങളെ കബളിപ്പിച്ചിട്ട്? ഇത് ഞാൻ ഫ്രീ ആയിട്ട് തരികയല്ലേ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെ കുടിച്ചോളില്ലേ, കുടിക്കണ്ട, നമ്മളെ തല്ലൊന്നും ഉണ്ടാക്കണ്ട, ഇഷ്ടമുള്ള കുടിച്ചോളില്ലാത്ത കുടിക്കേണ്ട അറിയാം. അപ്പോൾ ഇയാൾ അതൊന്നും പറ്റൂല, നിങ്ങളും കുടിക്കാൻ പറ്റൂല, അല്ലേ തെളിയിക്കണമെന്ന്. എന്നിട്ട് ഞാൻ കൊണ്ടുവന്ന വെള്ളം ഞാൻ കുടിക്കും, നിങ്ങൾക്ക് എന്താ? അത് പറ്റൂല, കുടിക്കുന്നതിന് നമ്മളെ മുമ്പ് തെളിയിക്കണമെന്നറിയാം. പിന്നാലെ ഇത് ഇന്ത്യ രാജ്യമല്ലേ ഇത്. പക്ഷെ അതൊന്നും ഇയാളോട് പറഞ്ഞു, ഇയാൾ ഇന്ത്യ രാജ്യം എന്നുള്ള ബോധമൊന്നും അയക്കില്ല. ഇയാൾ പറയുന്നത് നിങ്ങൾ കൊണ്ടുവന്ന വെള്ളം നിങ്ങൾ കുടിക്കണമെങ്കിൽ നമ്മളെ മുമ്പ് തെളിയിക്കണം. ഇയാളോട് ചോദിച്ചു, ഞാൻ എന്താ വേണ്ടത്? ഞാൻ നിന്നെ വെല്ലുവിളിക്കും, തെളിയിക്കാൻ ധൈര്യമുണ്ടോ ചോദിച്ചാൽ. എന്താ വേണ്ടത്? ഇയാൾ പറഞ്ഞു, ഇതിന്റെ സെനത് വേണമെന്ന്. എന്നാ ഈ സെനത് എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് സെനത് പറഞ്ഞു, ഇയാൾ സാധാരണക്കാരൻ രാജ്യം, എന്താ ഈ സെനത് ചോദിച്ചു. അയാൾ പറഞ്ഞു, ഈ സംസം വെള്ളം സംസം കിണറ്റിന്ന് എടുക്കുന്നത് കണ്ട ഒരാൾ, അയാൾ വേറൊരാൾക്ക് കൊടുക്കുന്നത് കണ്ടല്ലോ. അങ്ങനെ നിങ്ങളെ കൈ വരെ എത്തിയ പരമ്പര സംസം കിണർ മുതൽക്കുള്ളത് വേണോന്ന്. ഇല്ലെങ്കിൽ സെനത് മുങ്കത്തെയാണ്, അതായത് ഇതിന്റെ പരമ്പര മുറിഞ്ഞതാണ്, ഇത് സ്വീകരിക്കാൻ പറ്റില്ല. ഇയാൾ പറഞ്ഞു, മോനെ ഞാൻ സംസം കിണർ തന്നെ കണ്ടിട്ടില്ല. അപ്പൊ ഇയാൾ പിന്നെ എങ്ങനെ സംസമാണെന്ന് തീരുമാനിക്കുക? അല്ല, ഞാൻ സംസം കണ്ടില്ല, എല്ലാവരും സംസം വെള്ളം എടുക്കുന്നത് ഞാൻ എടുത്തു, അല്ലെങ്കിൽ എനിക്കൊരാൾ എടുത്തു തന്ന്. എടുത്തു തന്ന ആളെ പേര് പറയുകയോ അവന്ന് എനിക്കറിയോ, രാജ്യാർ എടുത്തു തന്നതാ മക്കത്തും, ഞാൻ പേരൊന്നും ചോദിച്ചില്ല. എന്നാ ഇതിന്റെ പരമ്പര ശരിയില്ല. അല്ല, ഇങ്ങനെ സംസം വെള്ളം മോട്ടറിൽ അടിക്കുമ്പോൾ കിട്ടിയതാ. എന്നാ ആ മോട്ടർ സംസമിൽ തന്നെ ഇറക്കിയതാണ് എന്നുള്ളതിനെന്താ തെളിവ്? പൈപ്പ് അത് ഏത് അവിടെ നിങ്ങൾക്ക് എടുത്ത് പിടിച്ച സ്ഥലം വരെയുള്ള പൈപ്പ് ഉള്ളിൽ കൂടി വരുന്ന നിങ്ങൾ കണ്ടിനോ? അപ്പൊ നിങ്ങൾക്ക് ഉറപ്പില്ലാലോ ഇത് സംസമെന്ന് കഥയെ കിണറ്റിന്ന് വരുന്നതെന്ന് ഉറപ്പില്ലല്ലോ. അതുകൊണ്ട് ഇത് സംസമാണെന്ന് ഉറപ്പിക്കാൻ പറ്റില്ല, കാരണം ഇതിന് ശരിയായ സനദില്ലാന്ന്. ഇയാൾ തിരുമോനെ ഞാൻ എങ്ങനെ എന്നോട് തെളിയിക്കുന്നു ചോദിച്ചു. അത് ഞാൻ ഒരു വെല്ലുവിളി. ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതല്ലേ സംസം വെള്ളം ഏത് ഉദ്ദേശം വെച്ച് കുടിച്ചേ ശരിയാവൂന്ന്. അപ്പൊ ഞാനൊരു ഉദ്ദേശം വെച്ച് ഇത് കുടിച്ചിട്ട് ശരിയാകുന്നുണ്ടെങ്കിൽ ഇത് സംസമാണ്, ശരിയാകുന്നില്ലെങ്കിൽ ഇത് സംസമല്ല. പേരോട് പ്രസംഗിക്കുന്നത് ഞാൻ തന്നെ കേട്ടല്ലേ, സംസം വെള്ളം കുടിച്ചിട്ട് മുറാദാസിരായി, കാന്തപുരത്തിനും മുറാദാസിരായി, പേരോടിനും മുറാദാസിരായി, എല്ലാവർക്കും മുറാദാസിരായി ഞാൻ തന്നെ കേട്ടതാ. അതുകൊണ്ട് നീ ഒരു SSF ആയിരിക്കൂലേ ഒന്ന് പറ. അപ്പൊ ഇയാൾ ചോദിച്ചു, എന്താ വേണ്ട? അത് എന്റെ ഉദ്ദേശം പൂർത്തിയായാൽ ഇത് സംസമാണ്, എന്റെ ഉദ്ദേശം പൂർത്തിയായാലും സംസം, കാരണം ഹദീസിൽ വന്നതല്ലേ ഉദ്ദേശം പൂർത്തിയാവൂന്ന്. അപ്പൊ ഇയാൾ ചോദിച്ചു, നിങ്ങളുടെ ഉദ്ദേശം എന്താന്ന് ചോദിച്ചു. എന്റെ ഉദ്ദേശം എന്താണെന്നറിയോ? ഞാനും വേറെ ഒരാളും കൂടി കൂറായിട്ടൊരു കച്ചവടം ഉണ്ടായി. ആ കച്ചവട പീടികയിൽ വേറെയും കുറെ ആൾക്ക് കൂറുണ്ട്, ഞങ്ങൾ 10-40 ആൾ കൂടിയുള്ളൊരു കച്ചവടം. അങ്ങനെയുള്ള ഒരു കച്ചവടത്തിൽ ആ കച്ചവടത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൽ വളരെ പ്രായം ചെന്ന നല്ല സത്യസന്ധരായ
നല്ല ആൾക്കാർ ഞങ്ങളെ കൂടെ കച്ചവടത്തിലുണ്ടായിരുന്നു. അവർക്കൊന്നും ഇറങ്ങി കച്ചവട പീടികയിൽ വരികയും പോവുകയും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഞങ്ങളെ പീടികയിൽ ചെറിയ പ്രശ്നം ഉണ്ടായി. അങ്ങനെ പ്രശ്നം ഉണ്ടായപ്പോൾ ഒരാൾ ഈ പീടിയെന്ന് അദ്ദേഹം എന്ത് ചെയ്തു വെച്ചാൽ ഞങ്ങളോട് കച്ചവടത്തില്ല, ഞാൻ വേറെ തുടങ്ങാണെന്ന് പറഞ്ഞാൽ അയാൾ ഇറങ്ങിപ്പോയിട്ട് നമ്മൾ ചെയ്യുന്ന അതേ കച്ചവടം അപ്പുറത്തൊരു പീടികയിൽ അയാൾ തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പൊ നോക്കുമ്പോൾ ആളുകളൊക്കെ അയാളെ പീടികയിലാണ് പോകുന്നത്, നമ്മളെ പീടികയിൽ ആൾ വരുന്നില്ല. അതുകൊണ്ട് ഈ സംസം വെള്ളം കുടിച്ചിട്ട് അപ്പുറത്തെ പീടിയെ പോകുന്ന ആളുകളൊക്കെ നമ്മളെ പീടികയിൽ വരികയാണെങ്കിൽ ഇത് സംസമാണെന്ന് ഞാൻ ഉറപ്പിച്ചോളാം. സുബ്ഹാന ജല്ല ജലാലുഹു. ഇയാളുടെ ഈ വെല്ലുവിളി സ്വീകരിച്ചിട്ട് ഈ സംസം ഒന്ന് കുടിച്ചു വെക്കാൻ പറ്റുമോ നമുക്ക്? എന്നിട്ട് സംസമോ അല്ലേന്ന് തീരുമാനിക്കാൻ പറ്റുമോ? ഞമ്മക്ക് അള്ളാന്റെ ഒരു നിർദ്ദേശില്ലേ, യാ അയ്യുഹല്ലദീന ആമനു ഇജ്തനിബൂ കസീറൻ മിനൽ-ളന്നി ഇന്ന ബഅദൽ-ളന്നി ഇസ്മുൻ വലാ തജസ്സസൂ. മുഅ്മിനീങ്ങളെ, നിങ്ങൾ ആരെയും തെറ്റിദ്ധരിക്കരുതേ, നിങ്ങൾ ചുഴന്ന് പരിശോധിക്കാൻ പോകരുതേ. ഖുർആനല്ലേ അത്? നമ്മളിപ്പോ ഹജ്ജും കഴിഞ്ഞ് വരുന്ന ഒരാളെ തെറ്റിദ്ധരിക്കല, തെറ്റിദ്ധരിക്കുന്നതിന് കണക്കില്ലേ? ഇസ്ലാമിന്റെ നിയമം എന്താ? ഇസ്ലാമിന്റെ ഹജ്ജിനൊന്നും പോണ്ട, നായനെ പോലും തെറ്റിദ്ധരിക്കരുത്. നായനെ തെറ്റിദ്ധരിക്കും. ഫത്ഹുൽ മുനീർ മുത്തലിമീക്കറുടെ ഒരു ബക്കറ്റ് വെള്ളം, ഒരു നായ അതിൽ നിന്ന് മുഖം ഇങ്ങനെ ഇങ്ങോട്ട് പൊക്കി, ആ ബക്കറ്റ് വെള്ളം തൊടുന്നത് നമ്മൾ കണ്ടില്ല, വെള്ളം തൊടുന്നത് കണ്ടില്ല, ബക്കറ്റ് നിന്ന് തല പൊക്കുന്നതേ കണ്ടിട്ടുള്ളൂ നായ. എന്നാ ആ വെള്ളം നജസാവോ ഇല്ലേ? ഫത്ഹുൽ മുനീർ എന്താ പറഞ്ഞത്? വെള്ളം നജസാവൂല. അതെന്താ കാരണം? ആ നായനെ പറ്റി നല്ല വിചാരിക്കണം, തൊട്ടിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കണം. ഈ വെള്ളം തൊട്ടിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കണം നായനെ പറ്റി. പിന്നെ എന്തിനാ മൊയിലാരെ പിന്നെ അത് മുഖം താഴോട്ട് കുത്തി നോക്കിയത്? അത് എത്ര ലിറ്റർ വെള്ളം ഉണ്ട് നോക്കിയത്? നമ്മളൊക്കെ കിണറ്റിൽ തല കുത്തി നോക്കല്ലേ, വെള്ളം നോക്കാനല്ലേ? ഏത് നായനെ പറ്റി നല്ല വിചാരിക്കണമെന്നല്ലേ ഇസ്ലാം? അത്തരത്തിൽ ഉന്നതമായ ആശയം പഠിപ്പിച്ച ഇസ്ലാമിന്റെ ആൾ ഈ ഹജ്ജും കഴിഞ്ഞ് വന്നവരെ തെറ്റിദ്ധരിക്കാൻ പാടുണ്ടോ? ആരെയും തെറ്റിദ്ധരിക്കരുന്ന ഇസ്ലാം. ഇനിയോ ഒരു പൂച്ച എലീനെ പിടിക്കുന്നത് കണ്ട്. എലീനെ പിടിക്കുമ്പോ ഒട്ടാകെ മീശയിലും താടിയിലും തൊള്ളയിലും ഒക്കെ നേസായില്ലേ? ആ പൂച്ച നമ്മളെ സഹസിന്ന് പുറത്തുപോയി. പോയ സ്ഥലത്ത് പുഴയുണ്ട്, അല്ലെങ്കിൽ കുളമുണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തടാകമുണ്ട്. കുറെ കഴിഞ്ഞ് പൂച്ച മടങ്ങി വന്ന് നമ്മളെ അടുത്തുള്ള ഒരു ബക്കറ്റ് വെള്ളത്തിന് മുഖം കുത്തി. നജസാവോ? ഫത്ഹുൽ മുനീർ പറഞ്ഞ നജസാവൂലാന്നാ. അതെന്താ കാരണം? ഈ പൂച്ചനെ പറ്റി നല്ല വിചാരിക്കണം. എന്താ നല്ല വിചാരിക്കുക? ആ പൂച്ച പോയ സ്ഥലത്ത് കുളവും പുഴയൊക്കെ ഇല്ലേ, അപ്പൊ മൂപ്പർ അവിടുന്ന് വായിലുള്ളൊക്കെ കുപ്പിളിച്ച് മൂക്കിലുള്ളൊക്കെ കയറ്റി ചീറ്റി ഒതുവല്ലെടുത്ത് വന്നതായിരിക്കും എന്ന് വിചാരിക്കണോ? പൂച്ചനെ പറ്റി നല്ല വിചാരിച്ചൂടെ? എന്തിനാ ബടക്ക് വിചാരിക്കുന്നത്? അത് മുഖം കഴുകി വന്നതാണെന്ന് വിചാരിക്കണം എന്നല്ലേ ഫത്ഹുൽ മുനീറിലുള്ളത്. അത് നമ്മൾ കാണണ്ട, അതിന് സേറത്തൊന്നും വേണ്ട, അത് പോയാ മതി. അപ്പൊ ഒരാളൊരു തെറ്റ് ചെയ്താൽ തന്നെ അയാളൊരു ഉംറക്ക് പോയി, അല്ലെങ്കിൽ ഒരു വെള്ളിയാഴ്ചയായി, അല്ലെങ്കിൽ ഒരു വയല് കെട്ട്, അയാൾ നന്നായിട്ടുണ്ടാവും വിചാരിച്ചൂടെ? അയാൾ പറ്റി എപ്പോഴും ബടക്ക് വിചാരിക്കണോ? അങ്ങനെയാ ഇസ്ലാം. ഇസ്ലാം എന്ന് എല്ലാവരും തെറ്റിദ്ധരിക്കലല്ല, എല്ലാം പരിശോധിക്കലല്ല. അപ്പൊ പരിശോധിക്കാൻ വേണ്ടി സംസം വെള്ളം പരിശോധിക്കാൻ വേണ്ടി വെല്ലുവിളിച്ച് നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല. നേരെക്കാളും വലിയ വേറെ ഒന്നുണ്ട്, അതിപ്പോ പറയുന്നില്ല, സമയം അങ്ങനെ 100 ഉണ്ട് പറയാൻ. സുബ്ഹാനല്ലാഹ്, ഹദീസിലുണ്ട്, മിസ്കാത്തിലുണ്ട്. ലൗ ജുഇലൽ ഖുർആനു ഫീ ഇഹാബിൻ സുമ്മ ഉൽഖിയ ഫിന്നാരി മഹ്തറഖ. പരിശുദ്ധ ഖുർആൻ ഒരു തോലിലാക്കിയിട്ട് ആ തോല് തീയിലിട്ടാൽ തോല് കരിയൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞതാണ്, ഖുർആൻ തോലിലാക്കിയിട്ട് തീയിലിട്ടാൽ തോല് കരിയൂല. ഹദീസ് മിസ്കാത്തിലുണ്ട്. അപ്പോ ഒരുത്തൻ വെല്ലുവിളി, നിങ്ങളെ ഖുർആൻ ഒറിജിനലാണെന്ന് പരിശോധിക്കട്ടെ. എങ്ങനെ പരിശോധന? തോലിൽ ഖുർആൻ ഇത് എന്നിട്ട് തീയിലിട്ട് വെക്കുക. കരിയുന്നുണ്ടെങ്കിൽ ഖുർആനല്ല, കരിയുന്നില്ലെങ്കിൽ ഖുർആനാണ് എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചാൽ ആ വെല്ലുവിളി നേരിട്ടുകൊണ്ട് ഖുർആൻ ഒറിജിനലാണോ എന്ന് പരിശോധിക്കാൻ അത് കരിക്കാൻ ഒരുങ്ങിയവൻ കാഫിറാണ് കേട്ടോ. കാരണം അവൻ ഖുർആനിൽ സംശയിച്ചവനാണ്. ഖുർആനിൽ സംശയിച്ചവൻ ഇസ്ലാമല്ല, മുസ്ലിമല്ല. അപ്പൊ ഖുർആനിൽ സംശയം തീർക്കാൻ വേണ്ടി കരിക്കാൻ ഒരുങ്ങിയാൽ അവൻ ഇസ്ലാമെന്ന് പുറത്താണ്. ഈ ഹദീസ് കണ്ടിട്ട് മുതഅല്ലിമീങ്ങളെ, അതേ ഖുർആൻ തോലിലാക്കി തീയിലിട്ടാ കരിയൂല എന്നുള്ള ഹദീസ് മിസ്കാത്തിൽ ഓതിയ ഒരു മുതഅല്ലിമും മറ്റൊരുത്തൻ വെല്ലുവിളിക്കുമ്പോൾ ആ വെല്ലുവിളി സ്വീകരിച്ച് കരിക്കാൻ ഒരുങ്ങിയിട്ട് ഇസ്ലാമെന്ന് പുറത്തു പോകരുത് കേട്ടോ സുഹൃത്തുക്കളെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഖാദിയാനി വെല്ലുവിളിക്കുമ്പോ അത് സ്വീകരിക്കേണ്ടതില്ല.
ഏത് വെല്ലുവിളി സ്വീകരിക്കണം എന്നതിന് തെളിവുണ്ട്. അതിന് ഇസ്ലാമിൽ നിയമമുണ്ട്. എല്ലാ വിഷയത്തിലും നിയമമാണ് ഇസ്ലാമിൽ. ഖാദിയാനിയുടെ വെല്ലുവിളി സ്വീകരിക്കാൻ പാടുള്ളതല്ല, അത് സ്വീകരിക്കേണ്ടതില്ല. പക്ഷേ അഞ്ചുമൻ നിസായത്തെ ഇസ്ലാമി സ്വീകരിച്ചു. അതേ നമ്മുടെ നേതാക്കൾ അത് അപ്പോൾ തന്നെ തള്ളിപ്പറഞ്ഞു. അന്ന് പറഞ്ഞ മാതൃഭൂമി ഞാൻ വെച്ചിട്ടുണ്ട്. അന്ന് നമ്മൾ പൊതുവിഷയത്തിൽ ഐക്യത്തിന് കൂടിയില്ലെന്ന് നമ്മൾ ആരോപണം പറഞ്ഞു. പക്ഷേ 6 മാസം തികഞ്ഞു. ഒരു ഖാദിയാനിക്കും അപകടം പറ്റിയില്ല, ഇപ്പുറത്തുള്ളവരും ഒന്നും പറ്റിയില്ല. അപ്പോഴാണ് ജദാ ദേശാഭിമാനി പത്രത്തിൽ യുക്തിവാദിയുടെ ലേഖനം മുബാഹല ദൈവം അനങ്ങിയില്ല. എന്നിട്ട് അതിലെന്താ പറഞ്ഞത്? 6 മാസത്തിനിടയ്ക്ക് ശാപം ഇറക്കണമെന്ന് ദൈവത്തോട് എല്ലാവരും കൂടി പ്രാർത്ഥിച്ചു. കാന്തപുരം വിഭാഗം മാത്രം മാറി നിന്നു. അങ്ങനെ അതാ ശാപപ്രാർത്ഥന നടത്തുമ്പോ 6 മാസം ദൈവത്തിന് അവധി കൊടുത്തു. 6 മാസം ഇപ്പോൾ പൂർത്തിയായി. ഒരൊറ്റ മനുഷ്യനും 2 കക്ഷിയിലും ഒന്നും പറ്റിയിട്ടില്ല. അതുകൊണ്ട് ദൈവം ജീവിച്ചിരിപ്പില്ലെന്നിപ്പോൾ മനസ്സിലായി. ഇത് എഴുതിയത് യുക്തിവാദിയാണ്. എഴുതിച്ചത് ആരാണ് സുഹൃത്തുക്കളെ? പൊതുവിഷയത്തിൽ നമ്മൾ യോജിക്കണം എന്നും പറഞ്ഞിട്ട് മതവിഷയത്തിൽ യോജിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയെയും മുജാഹിദിനെയും പിന്തുണച്ചപ്പോൾ പടച്ച റബ്ബ് അതേ കന്യത്ത് ഉസ്താദിന്റെ ബറക്കത്ത് കൊണ്ട്, കുതുബിത്തങ്ങളെ ബറക്കത്ത് കൊണ്ട്, അങ്ങനത്തെ നമ്മളെ മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് നമ്മളെ രക്ഷപ്പെടുത്തി. കന്യത്ത് ഉസ്താദിന്റെ ശിഷ്യൻ മഹാനായ താജുൽ ഉലമാ ഉള്ള ആൾ തങ്ങൾ, അതുപോലെ കാന്തപുരം ഉസ്താദ് അന്ന് തന്നെ അതിനെ തള്ളിപ്പറഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ ഇന്ന് തല ഉയർത്തിയിട്ട് മുസ്ലിമായി ജീവിക്കാൻ പറ്റുമായിരുന്നോ യുക്തിവാദിയുടെ മുന്നിൽ? ഇതാണ് പണ്ഡിതന്മാര് കടപ്പാട് നിർവഹിച്ചിട്ടില്ലെങ്കിൽ ഇവിടെ ഇസ്ലാം ഉണ്ടാകൂല, ഇസ്ലാമിന്റെ വിശ്വാസം നിലനിൽക്കൂല. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ ഒരിക്കലും തന്നെ വിവാദം ഇഷ്ടപ്പെട്ടിട്ടല്ല. മുസ്ലിം സമുദായത്തിൽ വിവാദം ഞങ്ങൾക്ക് ഇഷ്ടമല്ല. പക്ഷേ ഹഖ് ഹഖായി തുറന്ന് പറഞ്ഞില്ലെങ്കിൽ ഇവിടെ അല്ലാഹുവിന്റെ ദീനിലുള്ള വിശ്വാസം നിലനിൽക്കൂല കേട്ടോ. അതുകൊണ്ടാണ് പ്രായമുള്ള സമയത്ത് താജുൽ ഉലമാ അധ്വാനിക്കുന്നത്. അതുകൊണ്ടാണ് പ്രായമുള്ള സമയത്ത് കാന്തപുരം ഉസ്താദ് കേരള യാത്ര നടത്തുന്നത്. അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. നിങ്ങൾ ചിന്തിക്കണം. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. ഇവിടെ എന്തായിരുന്നു വിഷയം? വാഴക്കാട് മുമ്പ് നമ്മൾ പ്രസംഗിച്ചപ്പോൾ എന്തായിരുന്നു വിഷയം? സുബ്ഹാനല്ലാഹ്, പടച്ചവനുള്ള വിശ്വാസം നശിപ്പിക്കാൻ ഇറങ്ങിയൊരു കൂട്ടര്. വേറൊന്നുമല്ല, കാര്യമായ വിഷയം അതല്ലേ. എന്തായിരുന്നു വിഷയം? അല്ലാഹു തആല സിംഹാസനത്തിന്റെ മുകളിൽ ആസനസ്ഥനാണ്. അല്ലാഹ് അന്ത്യച്ചുതിരിക്കുകയാണ്. ആസനസ്ഥൻ എവിടെ? സിംഹാസനത്തിന്റെ മുകളിൽ ആസനസ്ഥനാണ്. സുബ്ഹാനല്ലാഹ്, ആസനം എന്നുള്ള വാചകം ഞാൻ നമ്മളെ അപ്പുറത്തെ സംഘടനയിലൊരു സലാഹിയുണ്ട്, അയാളെ വാചകത്തിൽ ആ കാര്യമായിട്ട് കേട്ട് അത് മറ്റേ മുജാഹിദിനോട് പറഞ്ഞത് നഫ്സ് ചെയ്യാനാ ആസനത്തിൽ. ഇപ്പൊ ഞാൻ പറയുന്നില്ല. അപ്പോ അതിരിക്കട്ടെ. ആ ആസനം, ആസനസ്ഥനാണ് പടച്ചവൻ. അർശിന്റെ മുകളിൽ ആസനസ്ഥനാണ്, ഉപവിഷ്ടനാണ്, അർശിന്റെ മുകളിൽ കുത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ പറഞ്ഞു